पाटले गिर गया अरे सायन अടിച്ചപ്പോ गिरണ്ടായിത്രേ भाषा हिंदी पाटना भाषा कौन सा भाषा तुम्हारा गांव किधर है बांग्लादेशी तुम बांग्लादेशी वो मेरा आपका बांग्लादेशी നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ബി.ജെ.പി. സ്റ്റേറ്റുകൾ ഹൈലി ഡെവലപ്ഡ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 11.71% എക്സ്ട്രീം പോവർട്ടി പൂണ്ട് വിളയാടുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് രാം നാരായൺ എന്ന് പേരുള്ള ഒരു ദളിത് വർക്കർ സ്വന്തം കുടുംബത്തെയും നാടിനെയെല്ലാം ഉപേക്ഷിച്ച് കേരളത്തിൽ ജോലിയെടുക്കാൻ വന്നു. അവന്റെ വീട്ടിൽ അവനെ കാത്തിരിക്കുന്നത് 2 കുട്ടികളാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗവൺമെന്റ് പോലും ജാതി വർഗീയതയുടെ പേരിൽ കാർക്കിച്ചു തുപ്പുന്ന ഒരു നാട്ടിൽ നിന്നാണ് അവൻ ഇവിടെ വന്ന് ജോലി ചെയ്തത്. ആൾക്കൂട്ട കൊലപാതകം എന്ന് പ്രചരിച്ച ഈ സംഭവം ഒരു വംശീയ കൊലപാതകം തന്നെയായിരുന്നു. കാരണം ഛത്തീസ്ഗഡ് സ്വദേശി എന്ന് പറഞ്ഞിട്ടും ബംഗാളി എന്ന പേരിൽ അടിച്ച് ഇഞ്ച പരുവാക്കിയ ആ പാവത്തിന് ഒരു മനുഷ്യന്റെ പെരുവിരൽ മുതൽ തലഭാഗം വരെ 41 പരിക്കുകൾ. എന്നിട്ട് മാറി മാറി അയാളുടെ കരണത്തടിക്കുന്ന വീഡിയോ സഹിതവുമാരി പുറത്തുവിട്ടു. അടിച്ച് തലയോട്ടി പൊളിച്ചിട്ടും ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, കൃത്യസമയത്ത് ചികിത്സ പോലും കൊടുക്കാതെ അയാളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ജീവനുള്ള വസ്തുവിനോട് സ്വയബോധമുള്ള ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത അത്രയും ക്രൂരത സ്ത്രീകളടക്കം ഈ നികൃഷ്ട ജീവികൾ ആ മനുഷ്യനോട് ചെയ്തു. 53 സീറ്റുകളിൽ 25 സീറ്റുകളും നേടിയ, തുടർച്ചയായി 3-ാം തവണയും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിജയം നേടിയെടുത്ത ബി.ജെ.പി. തീവ്രവാദികൾ ചെയ്ത വംശീയ നരനായാട്ടാണിത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭൂരിഭാഗം വിവരദോഷികൾക്കുള്ള അവസാന താക്കീതാണിത്. ഓവർ കഴുതകൾക്കെങ്കിലുമുള്ള ബോധമുണ്ടെങ്കിൽ മാറി ചിന്തിക്കാൻ തയ്യാറായിക്കൊള്ളുക. കാരണം 10 പൈസയ്ക്ക് വെളിവില്ലാത്ത നോർത്ത് ഇന്ത്യൻ ഗോവർ കഴുതകളെ പോലെയാക്കും നിങ്ങളെ ഇവന്മാര്. ഭാവി കോണങ്ങളുടെ തലയിലെ വംശീയതയും മതതീവ്രവാദവും നിങ്ങളുടെ തലമുറകളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ വിവരദോഷികള്. ഇതിലെ പ്രധാന പ്രതികള് അനന്തൻ, മുരളി, അനൂപ് പ്രസാദ്, വിപിൻ, ഈ 4 പേരും ബി.ജെ.പി. RSS പ്രവർത്തകരാണ്. ഇതിൽ അനൂപ്, മുരളി എന്നിവർ 15 വർഷം മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിയ കേസിലെ പ്രതികളാണ്. 5 ബി.ജെ.പിക്കാരൻ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വീടിനു ചുറ്റും ക്യാമറ വെക്കേണ്ട അവസ്ഥയാണ്.